ഇവിടെ ആൾക്കാരാണ് ഇരിക്കുന്നത്. നീ എന്തോ നന്നാവുകയല്ല. ഓ ഇതിലേക്കൂടെ വേണേലും പറഞ്ഞു പോകും. ഡോക്ടറെ എടോ ഇന്നലെ ഒരു ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്ന ഒരു വവ്വാൽ അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിന്റെ ചിറക് കീറിപ്പോയി. അത് ഞാൻ തയ്ച്ചോണ്ടിരിക്കുവായിരുന്നു. തയ്ച്ചോണ്ടിരുന്നപ്പോ അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഒരു ജനലെ പോയി പറന്ന് കയറിയിരുന്നു. ഞാൻ അവിടുന്ന് വലിച്ചെടുത്തോണ്ട് വന്നിട്ട് വീണ്ടും തയ്ക്കാൻ തുടങ്ങി. വീണ്ടും അവിടുന്ന് പറഞ്ഞ ആ ജനലെ കയറിയിരുന്നു. വീണ്ടും തയ്ക്കാൻ തുടങ്ങിയപ്പോ ആ ജനലുവടി ഇറങ്ങി ഒറ്റ പോക്ക് ആണ്ട് ആ തെങ്ങിന്റെ മേളിൽ കയറിയിരിക്കുന്നു. ഇനി നീ വല്ല തയ്യക്കടയിലും മുന്നിട്ട് തയ്ക്കുള്ളൂ. ഇതിന്റെ മുന്നിലെങ്ങാനും കാല് കുത്തി അതിന്റെ ആ രണ്ട് ചറവും കൂടെ ഞാൻ തല്ലിപ്പൊട്ടിച്ച് കളയുള്ളൂ. എന്ത് ചെയ്യൂന്ന് പറഞ്ഞ ഒരു തരത്തിൽ ഒരു സമാധാനം. ഇതൊന്ന് വലിച്ചു പിടിച്ച് ഊരിക്കേടോ ഇത്. എടോ കഴിഞ്ഞു വന്നേ. ഞാൻ നേരത്തെ പോവാൻ 5 മണിയാകുമ്പോൾ പോകുമ്പോൾ എനിക്ക് വൈകുന്നേരം 6 മണിയാണ് നേരത്തെ എയർപോർട്ട് വരെ ചെല്ലാനുണ്ട്. ഡോക്ടറെ ഇവിടെ ഇത്രയും രോഗം ഇട്ടിട്ട് ഡോക്ടർ എവിടെ പോകുന്നത്? എടോ എനിക്ക് പോകേണ്ടടുത്ത് പോകണ്ടേ. എയർപോർട്ടിൽ 6 മണിയാകുന്നിടത്ത് ഒരു ഫ്ലൈറ്റ് വരും. ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരുന്നുണ്ടോ? ഗൾഫിൽ നിന്ന് വരുന്നതല്ല, എനിക്ക് സ്വർണം എടുക്കാൻ വേണ്ടി പോണം. സ്വർണം. നിങ്ങൾ മൃഗ ഡോക്ടറാണോ അതോ കസ്റ്റംസ് ഓഫീസറാണോ? എടോ ഇപ്പൊ കസ്റ്റംസ് ഓഫീസറെക്കാളും ഭയങ്കര സ്കോപ്പ് വെറ്റിനറി ഡോക്ടേഴ്സിനാ. മനുഷ്യനൊക്കെ ഇപ്പൊ എയിലെ കൂടിയൊക്കെയാ സ്വർണം കടത്തുന്നറിയോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ അവിടുത്തെ ഭയങ്കര സ്കോപ്പ്. ഈ മാസം ഞാൻ ഒരു 50 കിലോ സ്വർണ്ണമെങ്കിലും എന്റെ കൈവെള്ളയിലിട്ട് അമ്മാനം അടിക്കുന്നു. ഒരു കാര്യം ചെയ്യ്, ഓരോരോ പേഷ്യൻസിന് വിളിക്കോ. സാറേ എന്റെ കോഴി എന്താണെന്നറിയാൻ പാടില്ല, കുറച്ച് ദിവസമായിട്ട് കൂവുന്നില്ല. അയ്യോടാ. അവിടെ വേറെ എന്തെങ്കിലും അസുഖം വല്ലതും ഉണ്ടോ? കുറച്ച് ദിവസമായിട്ടേ ഇതിന്റെ ഈ തൂവലിങ്ങനെ പൊഴിച്ചോണ്ടിരിക്കുക. അതിൽ നടക്കുമ്പോ കാലിന് ചെറിയൊരു മുടന്ത് പോലെ ഉണ്ട്. മുടന്തുണ്ട്. പിന്നെ ഒന്നും കഴിക്കുന്നില്ല. ഒന്നും കഴിക്കുന്നില്ല. പിന്നെ ഇതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. ആണല്ലേ? ഒരു കാര്യം ചെയ്യുന്നേ, വന്നിട്ട് വാങ്ങി വന്നേ. ഒരു മിനിറ്റ്. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? ഒന്ന് നോക്കട്ടെ ഒരു മിനിറ്റ്. ഇത് നേരെ വെളിയിൽ പോയി മേടിച്ചോണ്ട് ഓടി വരും കേട്ടോ. ഓക്കേ. ഇതന്നെ ഇത് എഴുതിയിരിക്കുന്നത് 1 കിലോ സവാള, ചിക്കൻ മസാല, 1/2 കിലോ എണ്ണ, ഉപ്പ്, മഞ്ഞപ്പൊടി. ഇതെന്താ സാറേ ഇത്? നടക്കുമ്പം കൂകുന്നില്ല, ഇല്ല ഭക്ഷണം കഴിക്കുന്നില്ല, തൂവല് പൊഴിയുന്നു. പിന്നെ ഇതിനെ എന്നാത്തിനും വെച്ചോണ്ടിരിക്കുവാടോ. എടാ ഇതെല്ലാം മേടിച്ച് വല്ല ചിക്കൻ കറി ഉണ്ടാക്കി തിന്നാൻ നോക്കി ഇറങ്ങി പോകണമെന്നോ. ഇതല്ലാതെ വേറെ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോകാൻ നോക്കിയാൽ മതി. പോ.